പരമാവധി ഇവിടെ അടിച്ചു വിടും. ചില ആളുകളുണ്ട് സംസാരിക്കുമ്പോ വിക്കലുണ്ട്, പക്ഷെ പാട്ട് പാടുന്നില്ല. അതേപോലെയാണ് കൈസ് ഇവര്. വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ജഗ പൊക്കിയാണ്. വന്ന് നേരിട്ട് ക്യാമറ കൊണ്ട് വന്ന് എടുക്കാൻ നിൽക്കുമ്പോ ഹായ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഗായ്സ് ഞങ്ങളിത് പിറ്റേ ദിവസമായില്ലേ? അടുത്ത ഷൂട്ടിനുള്ള അടുത്ത കാര്യങ്ങൾ. പിന്നെ 2 സിനിമയുടെ പ്രൊമോഷൻസ് ഉണ്ടായിരുന്നു. അതെ, ഇത് നമുക്ക് തന്ന റൂമാണ് കേട്ടോ. നമുക്ക് വിശ്രമിക്കാനും ഡ്രസ് ചേഞ്ച് ചെയ്യാനും മേക്കപ്പ് ചെയ്യാനൊക്കെ സ്റ്റുഡിയോക്കാരെന്നെ ഫുഡ് അക്കോമഡേഷനൊക്കെ അവർ തന്നെയുണ്ട്. പിന്നെന്താ, ഇനി അടുത്ത ഷൂട്ട് തുടങ്ങാനായി തുടങ്ങി. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു സിനിമയുടെ ഒക്കെ ചെയ്തപ്പോൾ. എല്ലാവരും അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. അപ്പം ഇനി ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങും. ഇപ്പോൾ സമയം എത്ര? 9 മണിയായി, 9:20. കഴിക്കുക, നേരെ ഇനി അടുത്തതിന് പോവാ. അടുത്ത ഇന്റർവ്യൂ ഇന്ന് 2 റൗണ്ട് വേറെ. അതെ, അത് നിങ്ങളൊക്കെ അനുഗ്രഹം പ്രാർത്ഥനയാണ് അല്ലേ? അപ്പൊ ഇനി കഥയ്ക്ക് ഉണ്ടാവുക. എൻ്റെ ഓരോ വളർച്ചയിലും നിങ്ങളുടെ സപ്പോർട്ട് ഒരുപാട് ഉണ്ടെന്ന് അറിയാം. ഇനിയും നല്ല നല്ല സപ്പോർട്ടുകൾ എനിക്ക് വേണം. അതെ. ഞങ്ങള് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ അടുത്ത അതിഥികളെ നമുക്ക് കാണിച്ചു തരാം ആരാന്നുള്ളത് അല്ലേ? അടുത്ത ഗസ്റ്റ് സിനിമയില് മറ്റേ റിട്ടൺ ആൻഡ് ഡയറക്ടർ ബൈ ഗോൾഡ് എന്ന പടത്തിലേക്ക് പോകുന്നുണ്ട്. സൈജു ഗ്രൂപ്പായിരുന്നു, സണ്ണി വെയി, സൈജു ഗ്രൂപ്പ്. പിന്നെ ചെയ്തത് ഒരു വടക്കൻ പ്രണയ പർവ്വം. അതിലുള്ള എല്ലാവരും നിങ്ങൾക്ക് അറിയാവുന്നതാണ്, കണ്ടു കഴിഞ്ഞാൽ. അപ്പം അതിൻ്റെ ഫോട്ടോസും റീൽസും വീഡിയോസും ഒക്കെ വരുന്നുണ്ട്. എല്ലാവരും കാണാൻ സപ്പോർട്ട് ചെയ്യുക, സിനിമയും കാണുക. ഇത് 2 നല്ല പടങ്ങളാണ്. 2 നല്ല പടങ്ങൾ തന്നെയാണ്. എല്ലാവരും നല്ല അടിപൊളി തന്നെയുണ്ട്. സൈജേട്ടനൊക്കെ നമ്മൾ വിചാരിക്കും ഭയങ്കര എനിക്കാവുമെന്ന് വിചാരിക്കും. അപ്പോൾ എനിക്ക് അറക്കലപ്പോൾ ഞാൻ മനസ്സിൽ കാണാൻ ഞാൻ അവിടെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ആദ്യത്തെ ഒരു 10 മിനിറ്റ്സ് ഞാൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഓക്കെ ജെല്ലായി, ഞങ്ങൾ തമ്മിൽ ഗെയിമായി, കളിയായി, വർത്താനായി, ചിരിയായി. പെട്ടെന്ന് നമ്മുടെ പോലെയൊക്കെ തന്നെ ഇമോഷണലൊക്കെ ആവുന്ന ഒരാളാണ്. അപ്പം അതും വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾ ഇനിയും പ്രാർത്ഥിക്കുക. പൊന്നു ഇനിയും നല്ല വിവരങ്ങളെത്തുന്നൊക്കെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളോട് എല്ലാവർക്കും ചക്കര ഉമ്മ ഒരുപാട് താങ്ക്സ്. പിന്നെന്താ പറയുക, ചേട്ടൻ ഇനി പുതിയ വീഡിയോസ് ആയിട്ട് വരുന്നുണ്ടാ. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി. നമ്മൾ ഈ ഹോട്ടലിലായിരുന്നു സ്റ്റേ. ഇത് വി മീഡിയ ആണ്, വി മീഡിയ ഫിലിം സ്റ്റുഡിയോ. നമ്മൾ പോവാണ്. ഇവിടെ കുറേ ഷൂട്ടിങ്ങുകാർ തന്നെ, ഫിലിം ഷൂട്ടിങ്ങിൻ്റെ വണ്ടിയാണ്. ഇവിടെ കുറേ ഫിലിം ഷൂട്ടിങ്ങുകാരുണ്ട് ഇവിടെ. അപ്പം ഞങ്ങൾ ഇവിടുന്ന് ടാറ്റ ബൈ ബൈ പറഞ്ഞു. ഞങ്ങൾ നേരെ പോകുന്നത് ബ്രേക്ക്ഫാസ്റ്റിലേക്ക് അല്ലേ? ഇപ്പോഴും അവിടെ ഷൂട്ടിങ്ങുകാരുണ്ട്, അവരുടെ വണ്ടിയുണ്ട്, ഫിലിം ഷൂട്ടിങ്ങിൻ്റെ. ഫുള്ള് ഇതിൻ്റെ അകത്ത് കൂടെ പോണൊക്കെ ആർട്ടിസ്റ്റുകളോ, ഫുള്ള് ഇവിടെ ഒക്കെ ആർട്ടിസ്റ്റുകളോ, സിനിമാടന്മാരും നടികളും സെലിബ്രിറ്റീസ് ആണ് ഫുള്ള്. ഇങ്ങോട്ട് തിരിഞ്ഞാലും അല്ലേ എല്ലാതും എങ്ങോട്ട് തിരിഞ്ഞാലും വഴിയോടെ നടക്കണവരൊക്കെ ശ്രദ്ധിച്ച് നോക്കണം. നമ്മള് നടന്മാര് നടികളും പച്ചക്കറി മേടിക്കാനും ചായ കുടിക്കാനും ഡ്രസ്സ് ലൗണ്ടറിയിൽ കൊടുത്തിട്ട് മേടിക്കാനൊക്കെ വഴി കൂടെ പോകുന്നുണ്ടോക്കെ ഏരിയ. ഞങ്ങൾ ഇനി അടുത്ത കാര്യങ്ങളൊക്കെ പോവാണ്. ഒരുപാട് സന്തോഷം ഇങ്ങനത്തെ ഒരു അല്ലേ എക്സ്പീരിയൻസ് ഒക്കെ ആകുമ്പോൾ. ഇന്നലെ നല്ല കിടുക്കനായിരുന്നു, അടിപൊളിയായിരുന്നു അല്ലേ? നമ്മളത് വരെ സ്ക്രീനിൽ കണ്ടവരൊക്കെ നമ്മൾ ഫ്രണ്ടിൽ വന്ന് നിന്നിട്ട് കൂളായിട്ട് സംസാരിക്കുമ്പോൾ വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഈ നമ്മുടെ സ്റ്റുഡിയോയിൽ എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരിക്കും. സെറ്റായി നമ്മുടെ ക്യാമറമാൻ പിള്ളേരും എല്ലാവരും സെറ്റായിട്ട് ഇരിക്കുന്നുണ്ടോ. എറണാകുളം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാലോ, നല്ല ബ്ലോക്കാ. ഇനി നമ്മൾ നേരെ സ്റ്റുഡിയോയിലേക്ക് പോവാം.
അതിന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. നല്ല കട്ടവളൊക്കെ കേട്ടാ. നമ്മുടെ ഉപ്പും മുളകും ഞങ്ങളിപ്പോൾ ഈ വന്ന വഴിയിൽ അയ്യോ ഞാൻ കാണിക്കാന്ന് വെച്ചിട്ട് മറന്നു. ഉപ്പും മുളകിൻ്റെ ഷൂട്ട് നടക്കുന്ന വീട് അവിടെയല്ലേ, നമ്മളെ ഫ്ലവേഴ്സിലെ. നല്ല തിരക്ക ഗൈസ്. അല്ല ഗൈസ്, അങ്ങനെ നമ്മൾ അടുത്ത ഷൂട്ടിൻ്റെ കാര്യങ്ങൾക്ക് പോവാണ് കേട്ടോ. അപ്പോൾ വിച്ച് ഡ്രൈവ് ചെയ്യാണ്. നമ്മുടെ ക്യാമറമാൻ പിള്ളേരുണ്ട്, കിടക്കാണ്. എടാ ഒരു കായ് പറ, ഇങ്ങോട്ട് നോക്കടാ. ഞാൻ ഉറങ്ങാണോ? ഓടിണ്ട് ഫോണിലാണ്. പിന്നെന്താ പറയുക, അപ്പം നമ്മൾ പോകുന്നത് അജ്ജൂസ് വേൾഡ്. അജ്ജൂസ് വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ചാനൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അജ്ജാറിന് എനിക്ക് ഭയങ്കര, ഞാൻ ആദ്യമായിട്ട് യൂട്യൂബ് കണ്ടു തുടങ്ങുന്ന സമയത്ത് തുടങ്ങിയ കുറച്ച് ആളുകൾ അജ്ജൂസ് വേൾഡാണ് ഒരു ഫാമിലി വ്ളോഗ് ഞാൻ കണ്ട് തുടങ്ങിയത്. അപ്പോൾ നമ്മുടെ അജ്ജേട്ടൻ നല്ല ഫാമിലി സബ്ജക്റ്റൊക്കെയാണ്. അപ്പോൾ അവിടേക്കാണ് പോകുന്നത്. അവർ കൊടൈക്കനാൽ ട്രിപ്പൊക്കെ കഴിഞ്ഞിപ്പോൾ എത്തിയുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് പാലക്കാട് അല്ലേ, KL ശോഭ സുരേഷ് അനി, അവരെ കണ്ടിട്ടുണ്ടാവും ഒരുപാട് പേർക്ക്. അങ്ങനെ നമ്മളവരെ കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. യൂട്യൂബിലോ വീഡിയോസും ഷോർട്സും ഒക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഷൂട്ടിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പോവാണ്. പിന്നെ നമ്മളുടെ ഇതിൻ്റെ ഡയറക്ടറും അവരൊക്കെ മാറ്റിനിയുടെ അവർ വേറൊരു ഷൂട്ടിന് അല്ലേ, കാലടിയിലെ ഒരു ഷൂട്ടിന് കോളേജിലെ ഒരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് അങ്ങോട്ട് പോയിരിക്കുകയാണ്. അപ്പം നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു, വിശേഷങ്ങളൊക്കെ പറയുന്നു, അതിൻ്റെ പ്രിപ്പറേഷൻസൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്കമാലി, നമ്മളുടെ അങ്കമാലി ഡയറീസിലെ ഇന്നലത്തെ ഫിലിമിൽ പ്രൊമോഷന് പോയപ്പോൾ ഒരു വടക്കൻ പ്രണയപർവ്വത്തിൽ അങ്കമാലിയുടെ വിനീത് വിശ്വം പുള്ളിയുടെ കൂടെ കുറേ സംസാരിച്ചു, ഫോട്ടോ ഒക്കെ എടുത്ത് ഒരുപാട് സംസാരിച്ചു. അപ്പോൾ അവൻ്റെ അടുത്ത് പറഞ്ഞു ഞങ്ങൾ അങ്കമാലിയിൽ ഞങ്ങൾ വന്ന കാര്യമൊക്കെ. അപ്പോൾ അങ്ങനെ പോകുന്നു. വിച്ചു പറഞ്ഞാൽ മതി, ഇങ്ങോട്ട് നോക്കണ്ട ഡ്രൈവല്ല. 2 ഫിലിം പ്രൊമോഷൻ കഴിഞ്ഞു. അതും കിടിലൻ നല്ല ആർട്ടിസ്റ്റുകളായിരുന്നു എല്ലാവരും. നമ്മൾ ബിഗ് സ്ക്രീനിൽ മാത്രം കണ്ടിട്ടുള്ള സൈജു ഏട്ടനെയും അങ്ങനെ ഒരുപാട് പേര്. സൈജു കുറുപ്പ് അതിൽ ഏറ്റവും വലിയൊരു ആക്ടർ ആയതുകൊണ്ട് അങ്ങനെ പറയണേ. എങ്ങനെ ഉണ്ടായിരുന്നു? ആള് ഭയങ്കര സിമ്പിൾ അല്ലേ? നമ്മുടെ കൂടെ ഗെയിമൊക്കെ കളിച്ചു. അപ്പോൾ ഭയങ്കര സന്തോഷം അതിന്. അപ്പോൾ വീഡിയോ ഒക്കെ വരുന്നുണ്ട്. മാറ്റ്നിയിൽ വീഡിയോ വരുമ്പോൾ നിങ്ങൾ കാണണം. പിന്നെ സപ്പോർട്ട് ചെയ്യണം. ഇപ്പോഴുള്ള സപ്പോർട്ട് ഇനി നമ്മുടെ കൂടെ ഉണ്ടാവണം അല്ലേ? എല്ലാവരും ടയേർഡ്. അപ്പം എല്ലാവരും കിടക്കുക. അതെ നമ്മൾ അജ്ജൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാറ്റിനിയുടെ പ്രോഗ്രാമാണ് ഇത്. ഞാൻ ഇപ്പൊ കാണിച്ചുതരാം. ജഗു വാടാ, വലിയ ചക്കനായി. ജഗുവിന്റെ ഒരു നമസ്കാരം ഉണ്ട്. കണ്ടിട്ട് ഇത്രയായി ഒരു റിസോർട്ടിൽ വന്നൊരു അനുഭൂതിയാണ് ഗൈസ് നമുക്ക്. അജണ്ട പിള്ളേരെ ഇവരുടെ ബോധം പോയി അവിടെ നിന്ന് ഇങ്ങോട്ട് കയറണോണ്ടപ്പോ ഒന്നാമത് ഫാമിലി എല്ലാവരും ഒരേ കമ്പോളം. 2 അജണ്ട വീട്ടിലുള്ള സെറ്റപ്പ് അവിടെ എടുക്കാം. ഞാൻ ഇവരുടെ വീട്ടിലത്തെ വീഡിയോസ് കാണുമ്പോൾ പൊതിയും. ഓക്കെ ആണോ? ഈ വശം അങ്ങോട്ട് കിട്ടില്ലേ പറഞ്ഞു.
ജഗ്ഗു ജഗ്ഗു പറയാ ഞാനില്ലാന്ന്. എനിക്ക് ജഗ്ഗുനോട് കൂടെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. എന്താടാ ജഗ്ഗു? ജഗ്ഗു ബാക്കില് വെറുതെ നിക്കാന്ന്. ഭയങ്കര മണ്ണിയായിരിക്കും. വാ നീ അച്ഛനമ്മ കൂടെ ഇരിക്കേ. എന്താടാ ജഗ്ഗു? നീ വന്നേ ഇവിടെ ഇരുന്നേ. ബാ നിങ്ങൾക്ക് ബ്ലോക്ക് മറ്റേ ഈ റോഡ് പണി സെൻട്രാ. ഇങ്ങനെ ഇങ്ങോട്ടാ. ഞാൻ ചെരുവാണോ നേരെയാണോ വേണ്ട? ഇങ്ങനെയല്ല ഞാൻ നേരെയുള്ളൂ. ലവ് സോങ് ഇടാലെങ്കിൽ പറവം നോട്ട് പ്രൊഫൈൽ. No. No. ഹലോ ഗായ്സ്, അപ്പോൾ എനിക്ക് യൂട്യൂബിൽ ഞാൻ ഒരു ഫാമിലി വ്ളോഗ് സ്റ്റാർട്ട് ചെയ്ത് ആദ്യമായിട്ട് കണ്ടത് ഞാൻ കണ്ട ഒരു ചാനൽ, ഒരുപാട് കാലം മുന്നേ കണ്ടു തുടങ്ങിയ ഒരു ഫാമിലി ചാനലാണ്. അവരുടെ അവിടെയാണ് ഞാൻ വന്നേക്കണേ കേട്ടോ. അജസ് വേൾഡ് സഡേജിൽ അജുവേട്ടൽ ജഗ്ഗുവിൻ്റെ അടുത്താണ് വന്നേക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും അവരറിയാം, അവരറിയാത്തൊരു ആരും ഉണ്ടാവില്ല. അവരുടെ ആദ്യത്തെ ഒരു വീഡിയോ ഞാൻ കണ്ടത് അപ്പം എല്ലാവരും ഒരു കോമ്പൗണ്ടിലാണ് എല്ലാ ചേട്ടന്മാരുടെ വീടും. അങ്ങനെയാണ് ഞാൻ അവരുടെ വീഡിയോ കാണാൻ തുടങ്ങിയത്. പിന്നെ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഓരോ വീഡിയോസൊക്കെ ഞാൻ കാണാറുണ്ട്. ആദ്യമൊക്കെ ഒരുപാട് കമൻറ്റുകളൊക്കെ ഞാൻ പണ്ടൊക്കെ അയക്കായിരുന്നു. അങ്ങനെ അവരുടെ വളർച്ച കണ്ടെനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ നമ്മുടെ മാറ്റ്നിയുടെ ഷെഡ്യൂളിൽ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഭാഗമായിട്ട് ഞാൻ അവരുടെ അടുത്ത് വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. നിങ്ങളെല്ലാവരും അവരുടെ വീഡിയോയിൽ അവരുടെ വീടും പറമ്പും എല്ലാം, ഇവരിവിടെ നിന്ന് കഴിക്കുന്ന ഭക്ഷണം മുഴുവൻ രാജോട്ട് എന്തൊക്കെയാ കൊണ്ടുവരുന്നിട്ടാ. ഇവിടെ ഇരിക്കാൻ രസം എന്ന് പറഞ്ഞേ, അവിടെ ഇരിക്കുന്ന രസം ഇവിടെ പുറത്തൊക്കെ ഇരിക്കാൻ രസം. അതെ, പുറത്തിരിക്കാനായിട്ടുള്ള രസം കണ്ടില്ല. ഇതാണ് നമ്മുടെ അജേട്ടൻ. അപ്പൊ നമ്മുടെ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെയാണെന്ന് മനസ്സിലായില്ലേ? വീഡിയോ ചിലരൊക്കെ വിചാരിക്കും ഈ വീഡിയോ ഓഫ് ക്യാമറയിൽ ഇങ്ങനെയൊന്നും ആവില്ലാന്ന്. അങ്ങനെയല്ല, നമ്മുടെ അജേട്ടൻ എപ്പോഴും അത് കണ്ടോ ഗൈസ്? എൻ്റെ ഒരു ചോദ്യമായിരുന്നു ഇത്, ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ ചോദ്യം. അപ്പൊ ഞാൻ ഇതിനെ പറ്റി എന്റെ വ്ളോഗിൽ പറയണില്ല. അപ്പോൾ നമ്മളുടെ അജേട്ടൻ്റെ വീട്ടിലാണ്. അവരെപ്പോഴും ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് നമ്മളുടെ അടുത്ത് പറയണതും ചെയ്ത് കാണിക്കണതും ഒക്കെ. ഈ പറഞ്ഞ പോലെ സ്വന്തമായിട്ട് തന്നെ വെജിറ്റബിൾസ് അതാണ് കേട്ടോ അജേട്ടൻ്റെ കൃഷി ചെയ്യണത്. നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും അജസ് വേൾഡ്. ഇവിടെ വാഴ തൊട്ട് സാധാരണ നമ്മുടെ വീടുകളിൽ വാഴ, ചക്ക, മാങ്ങ, തേങ്ങ അങ്ങനത്തെയൊക്കെ ആയിരിക്കും. പക്ഷെ അജേട്ടൻ്റെ അവിടെ ഓരോ വെജിറ്റബിൾസും ഓരോ ഫ്രൂട്ട്സും അജോന്റെ വീട്ടില്, ചേട്ടന്മാരുടെ വീട്ടിലും ഇവരെല്ലാവരും അങ്ങനെ തന്നെ. നമുക്ക് പോലും കേൾക്കാൻ പറ്റാത്ത കുറെ ചീരയുടെ പേരും അത് വെച്ചിട്ടുള്ള പുട്ട്, പലതരത്തിലുള്ള ജ്യൂസ്. എനിക്ക് തന്നെ ഇതൊക്കെ തിന്നാൻ പറഞ്ഞ സാധനങ്ങൾ തന്നെയാണ്. അങ്ങനെയൊക്കെ തോന്നി. നമ്മുടെ ക്യാമറ പിള്ളേർ ഞങ്ങൾ പറഞ്ഞായിരുന്നു അവരുടെ അടുത്ത്. അപ്പം അവർ അതൊക്കെ നോക്കാൻ പോവാണ്. ഞാൻ പറയാതെ അവർക്ക് ഫാമുണ്ട്. ഒരു കോഴിയോ ഒരു മീനോ ഒന്നും ഇവർക്ക് പുറത്ത് മേടിക്കില്ല, എല്ലാം ഇവിടെ നിന്ന് തന്നെയാണ്. അതുപോലെ തന്നെ രണ്ടുപേർക്കൊന്നും റൊമാൻറ്റിക് ആവാൻ നൈറ്റ് ഇരിക്കണം എന്ന് വെച്ചുള്ള താമരക്കുളവും. ഇനിയിപ്പോൾ അടുത്ത അവരുടെ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ കാണാം. ഇതിൻ്റെ മുകളിൽ ട്രീ ഹൗസ് വരും. അപ്പോൾ ഒരു റിസോർട്ട് അനുഭൂതി തന്നെയായിരിക്കും ഇതിൻ്റെ ഉള്ളിൽ. നമുക്ക് വീഡിയോ കാണുമ്പോൾ കൊതിയാവശ്യം ഇങ്ങനത്തെ ഒരു വീടുണ്ടെങ്കിൽ ഒരു കാര്യത്തിന് നമുക്ക് പുറത്ത് പോകണ്ട, തിരിച്ച് വേഗം വീട്ടിലേക്ക് എത്താൻ തോന്നും. കാരണം ഇപ്പോൾ ഇവിടെ വന്നു ഞങ്ങൾ നേരത്തെ ഫുഡ് കഴിക്കാൻ ഇറങ്ങിയ സ്ഥലത്ത് ഭയങ്കര ചൂടായിരുന്നു. കാറിൽ നിന്ന് സീന്ന് ഇറങ്ങി കഴിഞ്ഞാൽ. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഞാൻ ഇവരോട് ചോദിക്കാം, ഞാനൊന്നും ചെയ്യണ്ടല്ലോ, കറക്റ്റല്ല. കാരണം ഇവിടെ ചൂടില്ല, ഫുള്ള് മരങ്ങളാണ്. ഇതിനേക്കാളും മരങ്ങളുണ്ടായിരുന്നു കേട്ടോ. അജോന്റെ സ്റ്റാർട്ടിങ് വീഡിയോ കണ്ടാൽ ഇവിടെയൊക്കെ മരങ്ങളായിരുന്നു. അതൊക്കെ വർക്ക് ചെയ്തിട്ട് ഇങ്ങനെ ആയതാണ് കേട്ടോ. പിന്നെ ഇവിടെ ഒക്കെ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങൾ. അവിടെ ഫിഷിന്റെ ഇതാണ്. ഇത് വളർത്ത ഫിഷാട്ടാ, അതല്ലാതെ എടാ ഇത് വളർത്ത ഫിഷാ. ഞാൻ പറഞ്ഞത് അജോട്ടൻ ഇവിടെ ഒരു കറി വെക്കാനൊക്കെ ഫിഷ്. അതവിടെ ഉണ്ട്, വേറെ ഉണ്ട്. രണ്ട് ജിംബ്രൂസ് ഉണ്ട് ഇവിടെ. നമ്മളെ ചിമ്പുന്റെ ജാമീനെ പോലത്തെ ആൾക്കാരുണ്ട്. അല്ലോ ഞങ്ങൾക്ക് ഉണ്ട് ഒരു
ചിമ്പും ചാർലിയും. എന്തിനാ കരയണേ? എന്തിനത്? ചാർലി, ഹലോ ഹലോ, എന്തിനത്? ഞങ്ങളെ ചാർലിനെ കണ്ടു. നമ്മൾ തിരിഞ്ഞു പോകുമ്പോഴൊക്കെ അയ്യോ അജ്ജേട്ടൻ അജ്ജേട്ടൻ നമ്മുടെ പുറകെ കണ്ട നമ്മുടെ അജ്ജേട്ടൻ. ഞങ്ങൾ അജ്ജേട്ടന്റെ സ്വർഗം തപ്പി നടക്കുക. അപ്പൊ അജ്ജേട്ടൻ നമുക്ക് കുളിക്കാനും ഒക്കെ കൊണ്ടുവന്ന ഭയങ്കര ചേട്ടാ. അജ്ജേട്ടാ അത് എന്തെങ്കിലും അതെ ഇവിടെ എത്തിയില്ല. ഭാഗ്യം ചെയ്ത മോനാണ്. പരമാവധി ഇവിടെ ഒന്ന് അടിച്ചു വിടും. ഞാൻ എന്തൊക്കെ പറഞ്ഞു ചോദിച്ചു. അതാണ് അവര് ഓടിയല്ല ഞാൻ പറഞ്ഞതൊക്കെ കാണാൻ പോയി. ഭയങ്കര. ഇനി എന്റെ ഒരു ചോദ്യം ഉണ്ട്, ഇപ്പൊ ചോദിക്കണ്ടല്ലേ. കേരളത്തിലെ എല്ലാ പെൺപിള്ളേരുടെ ഭർത്താക്കന്മാരും അജ്ജേട്ടന്റെ വീഡിയോ കാണുമ്പോ പേടിച്ചിട്ട് റൂമിലിരിക്കുന്നുണ്ട്. കണ്ടുപഠിക്കും ഇയാളെ കണ്ടുപഠിക്കുന്നല്ല പെണ്ണുങ്ങളും പറയാന്നാ പറയണേ. അതും അയ്യോ അജ്ജേട്ടന്റെ എല്ലാം കൊടൈക്കനാലൊക്കെ കഴിഞ്ഞു പോയത്. അടിച്ചു പൊളിച്ച് ഹാപ്പി ആയോ? അടിച്ചു പൊളിച്ച് റിലാക്സ് കണ്ട. ഇനിയിപ്പൊ ജഗ് റെഡി ആയിട്ട് വരും. ഞങ്ങൾ പറയും നിങ്ങൾ എന്തിനാണ് കൊടൈക്കനാലിലേക്ക് അവിടെ ആവശ്യം? ഇതൊരു റിസോർട്ടാണ്. നിങ്ങൾ എന്തിനാ വല്ലയിടത്തേക്ക് പോണേ? കിടലിനല്ലേ? അടിപൊളിയാണ്. കുറച്ച് ദിവസം ക്ലീൻ വൻ പണിയാണ് ഇവിടെ. അയ്യോ ഞാൻ പറഞ്ഞ പണ്ടില്ലേ അടിക്കാനൊരു സൈഡിൽ നിന്ന് തുടങ്ങി കഴിഞ്ഞാൽ 3 ബ്ലോഗിലേക്കുള്ള അടിയുണ്ട് ഇവിടെ. അത്രയല്ലായിരുന്നു ഇവിടെയൊക്കെ നമ്മുടെ മരങ്ങളുണ്ടായിരുന്നപ്പോ അതൊക്കെ മുറിച്ചൊരു പരിവായി. അത് കാരണം കാണാൻ ഭംഗിയുണ്ടെങ്കിലും അത് മുറിക്കാനും നിങ്ങൾക്ക് വലിയ ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നല്ല ഇനി ഇതും കൂടി വരട്ടെ. ഇവരുടെ റിസോർട്ട് ജിഗൊക്കെ വലുതായി കഴിഞ്ഞാൽ വേറെ ലെവല. ഇവിടെ പോണ്ട ഇവിടെ തന്നെ ലവ് സോങ്. ഞാൻ വിളിച്ചോട് പറയാം ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇരുന്നത് ലവ് സോങ്, അവിടെ ഇരുന്നത് ലവ് സോങ്. നമുക്ക് 4 പേർക്കും കൂടി നടന്നു വന്നു ലവ് സോങ് കൊടുക്കണം. നിങ്ങള് 2 ഞങ്ങള് 2 ഇതെന്റെ കിട്ടിയോന്നല്ലേ. അപ്പൊ നമ്മൾ നിങ്ങള് 2 പേര് എന്നോട് ചോദിക്കണം ആരെ കൂടെ ഇരുന്നു. അച്ഛൻ്റെ കൂടെ ഇല്ല, ഇവര് ഇവിടെ നിന്ന് ഇങ്ങനെ വരിക. നമ്മൾ മറ്റേ ഇപ്പൊ ഏതാ മറ്റേ ഇത് നമ്മൾ ഇന്നലെ ചെയ്ത പടം 2 പ്രമോഷൻ പുതിയ പടത്തിന്റെ കഴിഞ്ഞ അതിലേതെങ്കിലും ദിവസം അപ്പൊ അതിൽ കയറുക അവരെല്ലാവരും നമ്മളും ചെയ്തു. അപ്പൊ ഇവര് ഒരു സൈഡിൽ എന്തൊരു ഇവിടെ ആരെങ്കിലൊക്കെ വന്നിട്ട് അങ്ങനെ പറഞ്ഞിട്ട് സുരേഷ് ഗോപി പറഞ്ഞിട്ട് പോയത് ഗവൺമെന്റ്. സുരേഷ് ഗോപി വന്നില്ലേ? സുരേഷ് ഗോപി വന്നിട്ട് അങ്ങനെയൊന്നും പറഞ്ഞൊന്നുമില്ല. പക്ഷെ ആളുടെ പെരുമാറ്റത്തിൽ നമുക്ക് മനസ്സിലായി ഇഷ്ടപ്പെട്ടു. കാരണം ആള് പറഞ്ഞിട്ടുണ്ടായിരുന്നെ 5 മിനിറ്റ് ഞാൻ നിക്കുള്ളൂ. 5 അന്ന് ഇവിടെ കിടന്ന് ഉറങ്ങിയിട്ടാണ് ആള് ഭക്ഷണം കഴിക്കലായിട്ട് പറഞ്ഞു നമ്മുടെ പരിപാടി എപ്പോഴാന്ന് ചോദിച്ചു. പിയുടെ പറഞ്ഞു 4:30ക്കൊക്കെയാണ്. അപ്പൊ എന്നാ ഞാനിവിടെ കിടന്ന് ഉറങ്ങാം. സത്യയുടെ പോളിയില് ഇവിടെ കിടന്നാ മതി റൂമിലേക്ക് ഗോപി അന്നകത്ത കിടന്നാ ഞാനൊക്കെ ഇവിടെ കിടക്കുന്നു. സൂപ്പറാണ് പറയാതിരിക്കാം. അയ്യോ അടിപൊളിയായിട്ട് ഇങ്ങനെ പോട്ടെ. സൂപ്പർ എന്ന് പറഞ്ഞാൽ അടിപൊളിയുണ്ട്. എനിക്കതേ അങ്ങനെ ഒക്കെ യൂട്യൂബ് ഉണ്ടാക്കിയെന്നാണ് ഞങ്ങൾ അറിയപ്പെടാണ്ട് ഈ ഒല്ലൂരിന്റെ മൂലയിൽ എങ്ങനെ ഇരുന്നാണ്. അത് ഞാൻ പറഞ്ഞു ആദ്യമായി. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് ഞാൻ ആദ്യമായി യൂട്യൂബ് എന്ന് പറഞ്ഞ ഐറ്റം തുറന്നിട്ട് ആദ്യമായി കാണുന്ന ഒരു ഫാമിലി ചാനലാണ് അജസ് വേൾഡ്. അപ്പൊ അന്ന് തൊട്ട് പിന്നെ മറക്കാണ്ട് ഇപ്പൊ വിളിച്ചത് യൂട്യൂബ് മിസ് നമ്മള് ഫസ്റ്റ് കണ്ടപ്പോൾ ഞാൻ ഇത് തന്നെ പറഞ്ഞു. എവിടെ അറ്റ്ലസില് അന്നും ഇത് തന്നെ പറഞ്ഞു. അന്ന് അവിടെ ഒരുപാട് പേരുണ്ട്. അന്നും ഇത് തന്നെ പറഞ്ഞു. ഞാൻ അത് സത്യം തന്നെയാണ് നമ്മളല്ല. പിന്നെ അന്ന് ആദ്യത്തെ എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് അട്രാക്ട് ചെയ്തത് ഞാൻ കണ്ട ആദ്യത്തെ എപ്പിസോഡ് ഒരു കോമ്പൗണ്ടിന്റെ ഉള്ളില് അജ്ജേട്ടന്റെ ചേട്ടനിയന്മാർ ഇന്നും തല്ലുകൂടി എഴുതി മേടിച്ച് ആരും എവിടെ പോയിട്ടുള്ളതാണ് നോട്ട് ദ പോയിന്റ്. ഇന്ന് പല ഫാമിലി കണ്ടുപിടിക്കേണ്ട കാര്യം അല്ലേ? അത് സ്നേഹത്തിന്റെയാണ്. ഇതിലെനിക്ക് കൂടുതൽ ഇഷ്ടമുള്ള ഒരു ചേട്ടനുണ്ട്. ആരായിരിക്കും? അല്ലാണ്ട് പറ്റിയ ഒരു ഇമോഷണൽ സ്റ്റോറി ഇല്ല. അതൊക്കെ നമ്മുടെ ചാനലിലും വാഗ്നിയില്
അത് ഇവനേറ്റിട്ടുള്ളത് കഞ്ഞി, അതില് തൈര്, അങ്ങനത്തെ സാധനങ്ങളാണ്. തൈര് ഒഴിച്ചൊക്കെ അതാണ് രാവിലത്തെ ഭക്ഷണം. മെയിനായിട്ട് അതാണ്. പിന്നെ എന്തെങ്കിലും നമ്മൾ ഉപ്പേരി കൂട്ടാണ്ടാക്കി അല്ലെങ്കിൽ മുട്ട കുത്തി വെച്ച് അതൊക്കെ മിക്സ് ചെയ്തിട്ടാണ് രാവിലെ. ചിലപ്പോ എന്തെങ്കിലും റൊമാൻറ്റിക് ആയിട്ട് സരിത എന്നെ പറ്റി നിന്റെ അഭിപ്രായം അല്ലെങ്കിൽ സരിത ഐ ലവ് യു അങ്ങനെ എന്തെങ്കിലും ആ സമയം മുതൽ ഒരേ ഒരു സാധനമാണ് ഈ റൊമാൻസ്. അതുകൊണ്ട് ആ ചോദ്യം ഒഴിവാക്കി കൊടുക്കല അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ? ആരാണ് ജഗോ നിങ്ങൾ നിന്റെ ഏറ്റവും അധികം ദേഷ്യപ്പെടുകയും അങ്ങനെ ചെയ്യണ്ട അങ്ങനെ ചെയ്യണ്ട അങ്ങനെയൊക്കെ പറയാ? അച്ഛനാണോ അമ്മയാണോ? മോനെ തിരുത്താറുണ്ട്. അങ്ങനെ അമ്മ ചെയ്യുമ്പോ അച്ഛൻ അമ്മേനെ വഴുക്ക് പറയും. അതാ അമ്മേനെ കൂടെ നിന്നിട്ട് കുട്ടീനെ വഴുക്ക് പറയും. അപ്പൊ നീ നിനക്ക് സങ്കടം വരും അമ്മ വഴുക്ക് പറയുമ്പോഴാണ് അതാ ചേട്ടന്റെ പോലെ അല്ല. ഇവരൊന്നും ഭയങ്കര സെറ്റപ്പിലായി. ഇതേപോലെ ക്യാമറയും ഒരു സംവിധായകനുണ്ട്, ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ ഉണ്ട്. അങ്ങനെ ഇതിനൊക്കെയായിട്ടാണ് അവർ വന്നേക്കണേ. അപ്പൊ ചേട്ടനും തുടങ്ങുമ്പോ വലിയ ക്യാമറ അത് ഞാൻ ചിരിച്ച് ഒരു ഹാപ്പി റൊമാൻറ്റിക് മൂഡില്ല. അത് സ്ലോ മോഷനാണ് ഇപ്പൊ ടൈം. ഗൈസ് അങ്ങനെ ഞങ്ങള് അജേട്ടന്റെ അവിടെ നിന്ന് ഇന്റർവ്യൂ എങ്ങനെയായിരുന്നു? ഇന്റർവ്യൂ സൂപ്പർ ആയിരുന്നു. നല്ലൊരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് ഇത് ഞാൻ പറഞ്ഞു പറയിപ്പിച്ചല്ലാട്ടാ. ഒരു ആങ്കർ സ്വപ്നങ്ങളിൽ മാത്രം ഇത് ഞാൻ പറയാന്ന് വിചാരിക്കട്ടാ. അയ്യോ അല്ല, പ്രേക്ഷകര് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ അറിയാം ഞാൻ ഉള്ളത് പറയുള്ളൂ. പിന്നെ ഗൈസ് അപ്പതേ നമ്മൾ അജേറിന്റെ ഇന്റർവ്യൂ മാറ്റ്നി ചാനലിൽ വരും കാണണം. പിന്നെ ഞങ്ങൾ ഇതിന്റെ ഉള്ളിലത്തെ കാര്യങ്ങളൊക്കെ വീടിന്റെ ഉള്ളിലെ കാര്യങ്ങൾ ഇവരുടെ ചാനലിലെ വീഡിയോസിനൊക്കെ പറ്റി പറഞ്ഞു. എന്താണെന്ന് പറയണെങ്കിൽ അജൂസ് വേൾഡ് കയറി കാണണം. അപ്പൊ നമ്മൾ ഇനി അടുത്ത ഷൂട്ടിലേക്ക് പോവാണ്. അപ്പൊ അജേറിന് ജഗു സരിതേച്ചി എല്ലാവരുടെ കൂടെയുള്ള ഇന്റർവ്യൂ മാറ്റ്നിയിൽ വരുമ്പോ കാണാൻ, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക അല്ലേ? അപ്പൊ ചാനലിൽ പറയാത്തട്ടാ നമുക്ക് വേണ്ടി പറഞ്ഞല്ലേ. അപ്പൊ താങ്ക് യു സോ മച്ച്. ഹലോ. അപ്പൊ നമ്മള് ഇന്ന് നിൽക്കുന്നത് നമ്മളുടെ KL, ശോഭ, സുരേഷ്, അനി, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അവരുടെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ ഇന്ന് മാറ്റ്നിയുടെ ഇന്റർവ്യൂ ഉണ്ട് അവരുടെ അടുത്ത്. അങ്ങനെ വന്നതാണ്. അപ്പോൾ നമുക്ക് അവരുടെ പുതിയ വീടാണ് ഇതാവാ. അവരുടെ പുതിയ വീട് വെച്ചിട്ടുള്ളതാണ്. ശോഭ, സുരേഷ്, അനി. അപ്പൊ ഇവിടെ അവര് യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് എല്ലാത്തിലുണ്ട്. ആക്റ്റീവായ ആൾക്കാരാണ്. ആക്റ്റീവായിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ ഇവിടെ നമ്മളുടെ ഷൂട്ടിങ്ങിലുള്ള സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ അരവിന്ദ് ഇതായി കൊടുക്കുന്നു ഇപ്പോഴെങ്കിലും. അപ്പൊ ഇതാണ് നമ്മളുടെ പറഞ്ഞ അനിരിയാണ്. അനിരുദ്ധ എന്ന് അവന്റെ പേര്. അപ്പൊ KL, സുരേഷ്, ശോഭ, സുരേഷ്, അനിയിലത്തെ അനി ഇവനാണ്. പിന്നെ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാം കൂടി ഒരുമിച്ച് ഇടാൻ പറ്റാത്തതുകൊണ്ട് അനി ഇത് ചിരിക്കുന്നു. ഇവരെ മൂന്നാളും ഉൾപ്പെടുത്തി. അപ്പൊ ഇതാണ് നമ്മുടെ താരം ശോഭ. ഒരു ഹായ് പറഞ്ഞ ഹായ്. അപ്പൊ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. നമ്മളെ ഒരുപാട് കൂടെ ചിരിപ്പിക്കുന്ന ഐറ്റംസ് ആണ് ഇവർ സൈഡിൽ നിന്ന് വരിക. അപ്പൊ അതൊക്കെ നമ്മള് ചോദിച്ച് മനസ്സിലാക്കാണ്ട് ഇനി നമ്മൾ ഇതിൽ കാണുന്ന പോലെ തന്നെയാണോ അവരുടെ ഫാമിലി ലൈഫ് എന്നൊക്കെ ദിവനെ പിടിച്ചാൽ അറിയാം. അങ്ങനെ കുറെ കാര്യങ്ങളാണ് പേടിച്ചത്. അപ്പൊ നമ്മളിതാവാൻ പുതിയ വീട് ഇപ്പൊ എത്ര നാളായി പിടിച്ചിട്ട്? ഏകദേശം 1 വർഷം ആവുള്ളൂ. നമുക്കുള്ള ചായ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. 3 ദിവസം മുന്നേ ഫുഡ് അറേഞ്ച് ചെയ്യണ്ട, എന്ത് ഫുഡാ വേണ്ട, ടൈം പറ, ഫുഡ് ഇത് തന്നെയായിരുന്നു. പറഞ്ഞ ഫുഡൊന്നും വേണ്ട, വല്ല ചായ വല്ല വെള്ളമല്ല വെള്ളം തന്നാ മതി എന്ന് പറഞ്ഞു. 3 ദിവസമായിട്ട് തുടങ്ങിയതാണ്. കാണാൻ പറ്റുന്ന 3 ദിവസമായിട്ട് ചെയ്യണം. പറഞ്ഞു പിന്നെ ഭയങ്കര ടെൻഷനാണ്. വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഈ ടെൻഷനുള്ള ആൾക്കാരും തോന്നില്ല. അമ്മാതിരി ഒരു ടെൻഷൻ ഇല്ലാണ്ടുള്ള സാധനങ്ങളാണ് കഴിഞ്ഞത്. അപ്പൊ സുരേഷിന് ഇപ്പൊ കാണിച്ചതാ വീട് കിടക്കുന്നതായിട്ട് ഇന്റീരിയറൊക്കെ സെപ്പറേറ്റ് ചെയ്യിച്ചതല്ലേ. അടിപൊളിയുണ്ട്.
പിന്നെ എനിക്കിപ്പോ കൂടുതൽ ചോദ്യങ്ങളൊന്നും ഇതില് ബ്ലോഗിൽ ചെയ്യാൻ വലിയ മ്യൂസിക് ഇട്ട് കയറ്റിക്കോ തട്ടിക്കോ ഞങ്ങള്. കാരണം ചോദ്യങ്ങളൊക്കെ ഇന്റർവ്യൂവിന് വേണ്ടി എടുത്തു വെച്ചിരിക്കുക. ഞാനെ കാണുമ്പോഴേക്കും ചോദിച്ച അവസാനിപ്പിക്കാൻ വലിയ ചോദ്യങ്ങളൊന്നും വേണ്ട. ഇല്ലില്ലേ ഞാനല്ലേ ചോദിക്കില്ല, ഭയങ്കര മഞ്ഞായിരിക്കും, കുഴപ്പമില്ല അല്ലേ. ഗെയിമൊക്കെ കളിക്കാൻ ഇഷ്ടല്ലേ? ഇഷ്ടല്ലേ? അവനെല്ലാം അന്ന് വിടുന്നത് എന്താ ഇത്? അവര് സംഭവം വെച്ചാ ഈ യൂട്യൂബില് അഭിനയിക്കാനുള്ള താല്പര്യം ഇല്ലാത്ത കുട്ടിയാണ്. അതെന്റെ ചോദ്യം എടുക്കാനുള്ള സാധനമായിരുന്നു. ഞങ്ങള് സംഭവം കൊറേ പ്രാവശ്യം വിളിച്ച് നിർബന്ധിച്ചിട്ടാണ് കൊണ്ടുവരുന്നത്. അവന് വലിയ കളി അങ്ങനെയുള്ള സംഭവമായിരുന്നു. ഞാൻ എന്റെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു, ഒരുപാട് ഇങ്ങനെ കാണാനില്ല, അപ്പൊ ഞാനതിങ്ങനെ വിചാരിച്ചിട്ട് അടിപ്പം വരാണ്ടാണ് അങ്ങനെ ഒരു ചോദ്യം. ഇഷ്ടല്ല. പിന്നെ നമ്മൾ നിർബന്ധിക്കണം. പിന്നെ കണ്ടന്റ് മൂന്നാളെന്ന് പറയുമ്പോ അത് വേണല്ലോ. നമ്മുടെ വീട്ടിലെ പട്ടിക്കുട്ടികൾ വരെ അഭിനയിക്കണം. പട്ടിക്കുട്ടി ഉണ്ട്. ഇത് ഭയങ്കര സ്പേഷ്യസ് ആണല്ലേ. ഇത് നമ്മൾ സെപ്പറേറ്റ് നല്ലതാ. കാരണം ഏറ്റവും അധികം വർക്ക് ചെയ്യണ ടൈം എല്ലാം ഒരു സ്ഥലത്താണ്. ഇവിടെ ഇങ്ങനെ ഇടുന്നു, ഇവിടെ നല്ലതാ. ഇവിടെ വാശി ഇതില്ലേ, വാശി അവിടെ ഉണ്ട്. അത് മസ്റ്റാ. നമ്മളെ താരമാണ് ഭയങ്കര ബിസിയാണ്. ഞങ്ങൾക്കൊരു ബൈറ്റ് തരുമോ? താടിയും കൊണ്ടിന്റെ ഒരു ബൈറ്റ് തരുമോ? ഞങ്ങളുടെ അടുത്ത 4ാമത്തെ താരനാണ്. അവന്റെ വീഡിയോസ് മൊത്തം മില്യണാണ് പോയിരിക്കുന്നത്. ചിമ്പുന്റെ പോലെ ചിമ്പുണ്ടെങ്കിൽ മില്യണാണ് വീഡിയോ. എന്തേ നിന്നെ കാണിക്കില്ല വീഡിയോയില്? ഇവിടത്തെ താരത്തിന് ആരാണ്ടോ ഇവിടത്തെ താരന്റെ അവിടെ കിടന്ന് റെഡി ആവുന്നുണ്ട് നിങ്ങൾക്ക്. ഞങ്ങളുടെ ചാനലുകാർക്ക് ഹായ്. ഇപ്പഴേ ചില ആളുകളുണ്ട് സംസാരിക്കുമ്പോ വിക്കലുണ്ട്, പക്ഷെ പാട്ട് പാടുന്നില്ല. അതേപോലെയാണ് ഗൈസ് ഇവര്. വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ജഗ പൊക്കെയാണ്. വന്ന് നേരിട്ട് ക്യാമറ കൊണ്ട് വന്ന് എടുക്കാൻ നിൽക്കുമ്പോ ഹായ് എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുന്നത്. ബാക്കില് താളം പിടിച്ചിട്ടുണ്ട്. നമ്മളെ എന്റെ പേസ് ആണ് ആദ്യം എടുക്കട്ടെ ഗൈസ്. ഞാൻ അഡിറ്റഡ് ആയിട്ടും എനിക്ക് റെഡി ആയിട്ട് നമ്മളെ പിള്ളേരെ കൊടുക്കണ്ട കുടിച്ചിട്ട് ഉഷാറാവ്. അത് കൂടി അതില് ഇതൊന്ന് സെറ്റ് ചെയ്തിട്ട് ഞാൻ അതുപോലോട് എന്റെ മനസ്സിലെ പാലക്കാട് ഞാനപ്പ നൈസായിട്ട് 2 ഗ്ലാസ് താഴ്ത്തിട്ട് കൊടുത്തു. നല്ല തണുപ്പ് അനുഭവിക്കുന്നു പറഞ്ഞിട്ട് എന്റെ മനസ്സിലെ പാലക്കാട് ഗ്രാമീണ പ്രദേശം ഓക്കെ ഭയങ്കര തണവായിരിക്കുന്നു. എങ്ങനെയുണ്ട് ശോഭ വെച്ച ചായ? എങ്ങനെയുണ്ട്? അങ്ങനെ ശോഭ എന്ന് പറഞ്ഞ് പറയരുത്. KL ശോഭ. പക്ഷെ എല്ലാവരും ഉൾപ്പെടും. അത് പ്രത്യേകം പാലക്കാടൻ ചായയാണ്. അതാണ് പാലക്കാടൻ ചായ. ചോദ്യങ്ങളൊക്കെ ചോദിച്ചു കഴിക്കണ്ട. അപ്പ ചോദിക്കും. ഇപ്പൊ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ചോദിക്കുമ്പോ ചിലപ്പോ ഒരു പറയും നേരത്തെ ചോദിച്ചില്ലേ അത് മതി എന്ന് പറയും. അപ്പൊ ഞാൻ ഒന്നും ചോദിക്കുന്നില്ല. ഇത് വെറുതെ പറയുന്നത്, വീഡിയോക്ക് പറയുന്നതല്ലാടാ നല്ല ചായ. പിന്നെ നിങ്ങൾക്ക് അറിയാം ഗൈസ്, പൊന്നൂന് ചായ ഒരു വീക്ക്നെസ് ആണ്. അറിഞ്ഞു വെച്ചിട്ടുണ്ട് അവള്. ഞാൻ ഇത് കഴിഞ്ഞ ഒരു ഗ്ലാസ് വേണ്ടി ചോദിച്ചാൽ തരുമോ? പാലക്കാട് സാധനങ്ങളൊക്കെ ഇറക്കിപ്പിക്കാൻ. എന്താണ് ഉണ്ണി? എന്താണ് ഉണ്ണി? സൂപ്പർ ആയിട്ടില്ലേ? നല്ല ചായ. ഞാൻ കുടിച്ചിട്ടില്ല, ഞാൻ കുടിക്കാം എന്നിട്ട് ഞാൻ പറയാം. ശരിക്കും ഇതിപ്പോ കണ്ട വർക്ക് ഏരിയയില് ഫുൾ എല്ലാ വർക്കിങ്ങിന്റെ സംഭവങ്ങളും അവിടെ വെച്ചു. അതായത് നമ്മളെപ്പോഴും ഒറ്റയടിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കാം. കിച്ചണില് വലിയ സംഭവങ്ങളൊന്നും വേണ്ട. ഇത് നല്ല ആവശ്യം. ഇത്ര സ്പേസ് ശരിക്കും ആവശ്യമുള്ള ഇവിടെ പിള്ളേർ എന്താ ചെയ്യണ നമുക്ക് ഇവിടുന്ന് കാണുകയും ചെയ്യാം. ഓപ്പണായിട്ട് നല്ലതാണ്. ഒരുപാട് ആളുകൾ ഇഷ്ടം പോലെ വലിച്ചിരുന്നു. ഒരുപാട് സ്പേഷ്യസ് ആയിട്ട് വീടൊക്കെ പണിയുണ്ട് അല്ലേ? ശരിക്കും അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാ. ഇതിന്റെ ആവശ്യം എന്താ നമുക്ക്? ഇല്ല. ബെഡ്റൂമിൽ കിടക്കാനും പോകണല്ലോ. നമ്മള് കൂടുതൽ ഹോളിലായിരിക്കുക. ശരിക്കും എന്റെ അഭിപ്രായത്തിൽ ഒരു ഹോള് അല്ല ശോഭ, ഹോള് കിച്ചൺ. നമ്മളെ ഏരിയ കിച്ചൺ ശോഭയാന വഴി സത്യം പറ. ഓപ്പൺ കിച്ചൺ വേണമെന്ന് പറഞ്ഞത് ഞാൻ തന്നെയാണ്. നല്ലതാ. പിള്ളേര് എന്താ ചെയ്യണം? ഇതൊക്കെ വേണം. അപ്പൊ അത് രസമാണ്. ഇപ്പൊ ഇവിടെ നിന്നിട്ട് ഇവിടെ ഇത് ഇവിടെ നമ്മുടെ ഡൈനിങ് ഏരിയ ആയില്ലേ? അപ്പൊ അത് സെർവ് ചെയ്യാൻ എളുപ്പ. ഇവിടെ എല്ലാം വെച്ചിട്ട് അപ്പുറത്ത് നിന്ന് എടുക്കാനും പെട്ടെന്ന് 2 ബെഡ്റൂം 2 ബെഡ്റൂം അങ്ങനെയല്ല. ഗസ്റ്റ് റൂം കിട്ടാൻ വേണ്ടി. ഞങ്ങള് കണ്ട വീട് കറക്റ്റ് മനസ്സിലാക്കി ഫ്രണ്ടിൽ കൊണ്ടു നിർത്തി ഞങ്ങള് വണ്ടി കറക്റ്റ്. എനിക്ക്
ചായ നല്ല ചായ, പാലക്കാടൻ ചായ. ചായ സൂപ്പർ. സൂപ്പറാണോ? അല്ല, ഞാൻ വെക്കാറില്ല, ഇങ്ങനെ ആവാറില്ലല്ലോ. ഞാൻ ഇങ്ങനെ വെക്കാറില്ല. എപ്പോഴും വാങ്ങിച്ചാല് ഇത് ചായ കൊള്ളുകയില്ല. കടയിലത്തെ ചായ ആ, കടയിലത്തെ ചായ ഞാൻ അടിച്ചതാണ്. കടയിലത്തെ ചായ വരില്ലല്ലോ. തട്ടുകടയിലെ ചായയില്ലേ, ചാരാവണ്ണം എനിക്ക് ഇഷ്ടമല്ല. അത് വിറ്റ് ചാരാവണ്ണം കുടിച്ചിട്ട് എനിക്ക് വേണ്ടി തട്ടുകടകളിൽ നിർത്തും. ആ ചാച്ചമാരുണ്ട്, എല്ലാവരും ഒരേപോലത്തെ ടേസ്റ്റിലല്ലേ, അതിനടിച്ചതാണ്. അത് വേറെ, അത് കഴിഞ്ഞ് കുടിക്കുമ്പോ കിട്ടണ എനർജി ഉണ്ട്. അതിപ്പോ ഇവിടുന്ന് ഷൂട്ട് കഴിഞ്ഞ് അവരവിടെ ഇറക്കി നമ്മള് ട്രാൻഡത്ത് പോയി ഞാൻ വേണമെങ്കിൽ ഓരോ പ്രാവശ്യം ഞാൻ ഓരോ മെസ്സേജ് അയക്കാം, 1, 2, 3 കൊണ്ട് ആരാണ് ഈ യൂട്യൂബ് നമുക്കൊരു ചാനൽ തുടങ്ങാം എന്ന് ശോഭയാണോ അതോ സുരേഷാണോ? അത് അവിടെ തന്നെയാണ്. ഞാനാണ്. അതായത് ഡാൻസ് ആയിരുന്നു, കുറച്ച് ഡാൻസുകൾ അടുപ്പിച്ച് ഡാൻസ് തന്നെയായിരുന്നു. പക്ഷെ അതിലൊന്നും അത്രയ്ക്ക്